എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഉത്രാടൊക്കെയല്ല, എല്ലാവർക്കും ഉത്രാടത്തിന് ആശംസകൾ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പൂക്കൾ ഒരുക്കാൻ പോവാണ്. പിന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിയ പരിപാടിയൊന്നുമില്ല. അച്ഛൻ്റെ 2-3 ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് സദ്യയാണ് ഇഷ്ടം, അതമ്മ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ പൂവായിരുന്നോണ്ടിരിക്കാര് അവിടെ മഞ്ഞപ്പൂവൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ചോദിച്ചാ എന്തെന്ന് പറയാ. ഇപ്പൊ എത്ര പൂവാള്? അപ്പൊ ഞങ്ങള് പൂ പറിക്കാൻ പോവാണ്. ഇന്നലെ മഴ ആയതുകൊണ്ട് ഞങ്ങക്ക് പറിക്കാൻ പറ്റിയിട്ടില്ല. ഓണപ്പൂവാണ് ഞങ്ങൾ പറിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ പറിച്ചിട്ട് വരാം. ഇപ്പൊ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾക്ക് പറിക്കാനൊക്കെ പറ്റും. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. നിങ്ങളെ അവിടെയൊക്കെ മഴ? ഈ റോഡ് സൈഡിൽ കുറച്ച് ഓണപ്പൂക്കൾ ഉണ്ട്, അത് പറിക്കട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഓണപ്പൂവ്. നിങ്ങളവിടൊക്കെ ഇതിനെന്താ പറയല്? കുഞ്ഞി കൃഷ്ണകിരീടം. ഇനി കുറച്ച് മന്ദാരം പറിക്കട്ടോ. ഇനി ഇവിടെ കുറെ മഞ്ഞപ്പൂക്കൾ ഉണ്ട് കേട്ടോ, അതൊന്ന് പറിച്ചിട്ട് വരെ. അങ്ങനെ ഞങ്ങൾ പൂവിടാട്ടോ ഗൈസ്. ഇത്തിരി കളം ബാക്കിയുണ്ട്, അപ്പൊ അവിടെ പച്ചിട്ട് കൊടുക്കാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ പൂക്കളിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? ഇത് രസമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഞങ്ങൾ പൂവിടുന്നതിന്റെ ഇടയിൽ അമ്മ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗൈസ് അമ്മ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. പായസം പപ്പടം ഒക്കെ ബാക്കി എല്ലാ വിഭവവും സദ്യക്കുള്ളതായിട്ടുണ്ട്. പൂവിട്ട് വന്നപ്പോഴേക്ക് അമ്മ ഇവിടെ സദ്യക്കുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ പായസം പപ്പടം കൂടെ ആവാനുള്ളൂ. അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത്. സച്ചുവിന് ഒരുപാട് ഇഷ്ടമാണ് അരിപ്പായസം അടപ്പായസം. അരിപ്പായസം എന്നല്ല, അവനൊരു പായസക്കൊതിയനാണ്. എന്ത് പായസം ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഗൈസ് ഞാൻ അമ്മ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ കാണിച്ചു തരാം. പയർപ്പേരിയാണ് കേട്ടോ. ഇത് ബീറ്റ്റൂട്ട് പച്ചടി, ഇതാ എരിശ്ശേരിയാണ്, ഇത് ഓലനാണ് കേട്ടോ. ഇത് രസം, ഇത് പച്ചടിയാണ് കേട്ടോ. ഇത് സാമ്പാറാണ്. ഇതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൈനാപ്പിൾ കിച്ചടിയാണ്. ഇത് അവിയല്. കഴിക്കാൻ പോവാണ്. ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ അമ്മ ഒരുക്കിയത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്. ഞങ്ങൾക്ക് നിലത്തിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അമ്മ ചോറിന്റെ കൂടെ പായസം വെച്ച് കഴിക്കുന്ന സച്ചുവിന് ഇഷ്ടം. കണ്ടില്ലേ? ഞങ്ങൾ കഴിച്ച് കുറെ നേരം കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടോ വരാനുള്ളവരൊക്കെ വന്നത്. എനിക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടി, അത് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. അതെങ്ങനെ കിട്ടിയെന്നല്ല ഞാൻ പറയാം കേട്ടോ. ഞാനൊരു മാവേലിനെ വരച്ചു കൊടുത്തിരുന്നു, അതിന് കിട്ടിയ സമ്മാനമാണ് കേട്ടോ.
അവിടെ ഗിഫ്റ്റ് വാങ്ങാൻ ചെന്നപ്പോഴാണ് അതിനിടയിൽ ആവേശകരമായ വടംവലി മത്സരം നടക്കുന്നത് കണ്ടത്. അമ്മേൻ്റെ ഫ്രണ്ടായ രമ ടീച്ചറും ഉണ്ടായിരുന്നു ആ മത്സരത്തിൽ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് കിട്ടിയപ്പോഴേക്ക് ഒരുപാട് സന്തോഷമായി. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹം. ഒന്ന് പൊടിച്ചു നോക്കാം. ഗൈസ്, ഇതിൽ 2 കപ്പാട്ടോ കിട്ടിയത്. നല്ല ചെറിയ നല്ല ക്യൂട്ട് കപ്പാണ്. ഈ ഒരു സമ്മാനം കിട്ടിയതിനേക്കാൾ ഉപരി എൻ്റെ ഈ ഒരു ചെറിയ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ ഒരു സമ്മാനം തന്നത് ഞങ്ങളെ ഇവിടുത്തെ ഇല്ലത്തുമാരുടെ കൂട്ടായ്മയാണ്. ഇല്ലത്തുമാട് കൂട്ടായ്മേൻ്റെ വക എല്ലാ പ്രാവശ്യവും പെരുള്ളൂർ സ്കൂളിൽ വെച്ചിട്ട് ഓണാഘോഷം ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഓണാഘോഷത്തിന് ഞാനൊരു മാവേലീനൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ പോരടിച്ചപ്പോൾ ഞാനൊരു മാവേലീനെ വരച്ചതാണ്. അത് ഞാൻ അവർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് എനിക്ക് അവർ ഈ ഗിഫ്റ്റ് തരാൻ കാരണം. അപ്പം ഞാൻ വരച്ച മാവേലീനെ എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ മാവേലീനെ എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.